ഇന്നലകളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അത്ഭുതകരമായ കുതിച്ചുചാട്ടമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. ഇത് AI-ൻ്റെ കാലമാണ്. ഇന്നലകളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ വരെ ഇന്ന് അത്ഭുതകരമായി നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ മാറ്റങ്ങൾ സ്വാഭാവികമായും ഇന്നത്തെ കുട്ടികളിലും ആ മാറ്റങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ എല്ലാം ചെറുപ്പത്തിലുള്ള അന്നത്തെ കാലത്തെ ചിന്തകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരാശയ തലങ്ങളോ അല്ല ഇന്നുള്ളത്. ഈ സദസ്സിലെ പഴയ കാരണവന്മാരുടെ കുട്ടിക്കാലത്തുള്ള അവസ്ഥകളിൽ നിന്നെല്ലാം മാറി പിന്നീട് ഇന്ന് ചെറുപ്പക്കാരായ ആളുകളുടെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ 10, 15, 20 കൊല്ലം മുമ്പ് അതൊന്നും മാറി. ഇന്നത്തെ പുതിയ ലോകത്ത് ഇന്നത്തെ ഈ ന്യൂജൻ ഇന്നത്തെ പുതിയ തലമുറയുടെ കുട്ടിക്കാലം അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് ഇന്ന് നമ്മൾ ഓരോരുത്തരും സാക്ഷികളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ചിന്തകളിലേക്ക്, അവരുടെ മനസ്സിലേക്ക്, അവരുടെ ധിഷണകളിലേക്ക് കൃത്യമായി ഇസ്ലാമിനെ സന്നിവേശിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ വളരെയധികം പ്രയാസകരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വഴിമാറിപ്പോകും. ഇന്നിപ്പോൾ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വലിയ മാറ്റങ്ങൾ, കുതിച്ചുചാട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്നലകളിൽ മരിച്ചുപോയ ഒരു മനുഷ്യൻ്റെ ഒരു ഫോട്ടോയും അയാളുടെ മുമ്പെപ്പോഴോ പാടിയ അല്ലെങ്കിൽ പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെയോ അല്ലെങ്കിൽ പാട്ടിൻ്റെയോ കുറച്ച് വരികളോ കിട്ടുകയാണെങ്കിൽ മരിച്ചു വർഷങ്ങൾക്ക് ശേഷം, പതിറ്റാണ്ടുകൾക്ക് ശേഷം അദ്ദേഹം നമ്മുടെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ അതേ ശബ്ദത്തിൽ സുന്ദരമായി നിന്ന് പ്രഭാഷണം നടത്തുന്ന അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന ഒന്ന് എന്നൊരവസ്ഥയിലേക്ക് ഇന്ന് AI എത്തി നിൽക്കുകയാണ്. ഇനി ഇതെങ്ങോട്ടൊക്കെ എല്ലാം പോകുമെന്നത്, അതിൻ്റെ അപകടങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന ആശങ്ക ശാസ്ത്രലോകത്തിനുണ്ട്. അതേസമയം അതിൻ്റെ മെച്ചങ്ങളെയും നേട്ടങ്ങളെയും കുറിച്ചുള്ള പ്രതീക്ഷകളും ഒരു വശത്തുണ്ട്. അതുണ്ടാക്കുന്ന അപകടങ്ങളെക്കുറിച്ചുള്ള ഒരു ആശങ്ക കൺമുന്നിലുണ്ടായിരിക്കെ, അതുണ്ടാക്കാവുന്ന അതിൻ്റെ സാധ്യതകളെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ മുന്നിലുണ്ടായിരിക്കെ ഇതിലൂടെ നടന്നു പോവുകയാണ് ഇന്നിൻ്റെ തലമുറ. സ്വാഭാവികമായും സ്വതന്ത്രമായ ചിന്തകൾക്കും സ്വതന്ത്രമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതകളെല്ലാം തുറന്ന് ലഭിച്ച ഈ ഒരു കാലഘട്ടത്തിൽ ഇന്നത്തെ പുതിയ തലമുറയുടെ, നമ്മുടെ കുട്ടികളുടെ മനസ്സിലും ധിഷണകളിലും ചില തൽപര കക്ഷികൾ ബോധപൂർവം ചില ചിന്തകൾ ഇട്ടുകൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അഥവാ ഇന്നലകളിൽ 1960കളിൽ കേരളത്തിലടക്കം ലോകത്തിൻ്റെ പല ഇടങ്ങളിലും വല്ലാതെ ചർച്ച ചെയ്യപ്പെട്ട ഒരാശയമാണ് ഹ്യൂമനിസം, മാനവികതാവാദം. മാനവികതാവാദികൾ 1960കളിൽ ലണ്ടനിലടക്കം അവരുടെ ഉള്ള തെരുവുകളിലടക്കം അവർ ചില പ്രകടനങ്ങൾ നടത്തി. അന്ന് അവർ പറഞ്ഞത് പുരുഷനും സ്ത്രീക്കും വിവാഹം കഴിക്കുക എന്ന അവസ്ഥ മാത്രമല്ല, മറിച്ച് സ്ത്രീക്കും സ്ത്രീയെ, പുരുഷനെ സ്വതന്ത്രമായി സ്വീകരിക്കുവാനുള്ള സാധ്യതകൾ തുറക്കപ്പെടണം. മാത്രമല്ല, ഒരു ബാധ്യതയുമില്ലാത്ത ഒരു ലൈംഗിക ജീവിതം സാധ്യമാകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് 1960കളിൽ അന്ന് അവർ പ്രകടനം നടത്തിയത്. എന്നാൽ ഈ 2024 കഴിഞ്ഞ് 2025 നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഇന്നലകളിലെ ഈ ഹ്യൂമനിസ്റ്റുകളുടെ അതേ പിഴച്ച വാദത്തെ ഇന്നത്തെ പുതിയ തലമുറകളുടെ തലച്ചോറുകളിൽ കുത്തിനിറക്കുകയാണ് ലിബറലിസം എന്ന പേരിൽ. ലിബറലിസത്തിൻ്റെ താത്വികാചാര്യനായി നമുക്ക് വായിക്കാൻ കഴിയുന്നത് ജോൺ ലോക്കിനെ പോലെയുള്ള ആളുകളാണ്. അവർ ലോകത്തോട് പറയണത്, ഞങ്ങൾക്കിഷ്ടമുള്ളതുപോലെ ഞങ്ങൾ ജീവിക്കും, ഞങ്ങൾക്കിഷ്ടമുള്ളത് ഞങ്ങൾ പറയും, ഞങ്ങൾക്കിഷ്ടമുള്ളത് ഞങ്ങൾ ചെയ്യും, ഞങ്ങൾക്കിഷ്ടമുള്ളത് ഞങ്ങൾ കുടിക്കും, ഞങ്ങൾക്കിഷ്ടമുള്ളത് ഞങ്ങൾ തിന്നും, ഞങ്ങൾക്കിഷ്ടമുള്ളതുപോലെ എന്തു തോന്നിവാസവും ഞങ്ങൾ ചെയ്യും, ഞങ്ങൾക്ക് തോന്നിയതെല്ലാം ഞങ്ങൾ ചെയ്യും. അത് തോന്നിവാസമാണ് എന്ന് പറയാൻ നിങ്ങൾക്കധികാരമില്ല. നിങ്ങൾക്കധികാരമില്ല എന്ന് പറയുമ്പോൾ ആ നിങ്ങൾ എന്നതിൻ്റെ ബ്രാക്കറ്റിൽ ഉപ്പപ്പെടും, ഉമ്മപ്പെടും, ഇക്കാക്കപ്പെടും, ഇത്താത്തപ്പെടും, വല്ലുപ്പപ്പെടും, വല്ലുമ്മപ്പെടും, ഭരണകൂടം വിടും,
പോലീസ് പെടും, കോടതി പെടും, ഭരണ സംവിധാനങ്ങൾ പെടും, എല്ലാം പെടും. ഞങ്ങളെ നിയന്ത്രിക്കാനുള്ള അധികാരം അല്ലെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം തടയാൻ നിങ്ങളാര്? ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നത് ഞങ്ങളുടെ അവകാശമാണ്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ മനുഷ്യൻ്റെ അടിസ്ഥാന അവകാശമാണ് ഞങ്ങൾക്കിഷ്ടമുള്ള പ്രകാരം മുന്നോട്ട് പോവുക എന്നത്. ഞങ്ങളുടെ ഇഷ്ടത്തിന് ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ല. ഉപ്പാക്കില്ല, ഉമ്മാക്കില്ല, കുടുംബത്തിനില്ല, സമൂഹത്തിനില്ല, അതേപോലെ നിയമകൂടങ്ങൾക്കില്ല, പോലീസിനില്ല, രാഷ്ട്രത്തിനില്ല, രാഷ്ട്ര സംവിധാനത്തിനില്ല, ഒന്നിനുമില്ല. അങ്ങനെ ഞങ്ങൾ നിയന്ത്രിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിനെതിരാണ് നിങ്ങൾ. ഞങ്ങളുടെ അർഹമായ അവകാശങ്ങൾക്ക് തടയിടുന്നവരാണ് നിങ്ങൾ മനുഷ്യ അവകാശ ധ്വംസകരാണ്. നിങ്ങൾ ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ തല്ലിക്കെടുത്തുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് അർഹമായ അവകാശങ്ങളെ കുതിങ്കാല് വെട്ടുന്ന ആളുകളാണ് നിങ്ങൾ. അതിനെതിരെ പ്രതികരിക്കും. ഏതറ്റം വരെയും എന്തു വില കൊടുത്തും. ഈ ഒരു അവസ്ഥ ഉണ്ടായ എന്തായിരിക്കും ലോകത്തിൻ്റെ അവസ്ഥ? നമ്മുടെ കുട്ടികൾ നമ്മളോട് പറയാണ്, നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹത്തോട് ഉപദേശിക്കടാ, അത് ചെയ്യലടാ മോനെ, ഇത് ചെയ്യ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ എന്നെ നിയന്ത്രിക്കാൻ, എന്നെ ചോദ്യം ചെയ്യാൻ, എൻ്റെ സ്വതന്ത്ര ചിന്തക്ക് എതിരായി സംസാരിക്കാൻ നിങ്ങളാര് എന്ന് പറഞ്ഞു വാപ്പാനെതിരെ കുതിര കയറാൻ മക്കൾ നിന്നാൽ, അല്ലെങ്കിൽ സമൂഹത്തിനെതിരെ ചോദ്യചിഹ്നവുമായി മക്കൾ വന്നാൽ എന്തായിരിക്കും ഇന്നത്തെ ഈ ലോകത്തിൻ്റെ ഈ അവസ്ഥാവിശേഷം? എല്ലാ അർത്ഥത്തിലും ദുരന്തപൂർണമായിരിക്കും എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെ ഈ ലിബറൽ ചിന്തകൾ നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞുമക്കളുടെ മനസ്സിനെ നശിപ്പിക്കാതിരിക്കാൻ, നമ്മൾ സ്നേഹിച്ച് ലാളിച്ച് ചുടുചുംബനങ്ങൾ നൽകി ചേർത്ത് പിടിച്ച് പൊന്നുപോലെ വളർത്തിയെടുത്ത നമ്മുടെ മോനെ, നമ്മുടെ മോളെ നമുക്ക് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ, അവൻ സകല ആഭാസങ്ങളുടെയും തോന്നിവാസങ്ങളുടെയും വക്താവായി ആപതിക്കാതിരിക്കാൻ, സ്വാലിഹായ മോനായി, മോളായി, സ്വാലിഹത്തായ മോളായി, സ്വാലിഹായ മകനായി നമ്മുടെ മകൻ, നമ്മുടെ മകൾ ഉയർന്നു നിൽക്കാൻ വളരെ ബോധപൂർവം നമ്മൾ ഇടപെട്ടേ മതിയാവും. ഇന്നത്തെ കാലത്ത് ഈ ലിബറൽ ചിന്തകളുടെ എല്ലാം ഭാഗമെന്നോണം ഇപ്പം ആളുകൾക്കിടയിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് LGBT കമ്മ്യൂണിറ്റിയെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇന്ന് നടക്കുന്നത്. ഒരുപാട് കാലം മുമ്പ് ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലത്ത് നടന്ന അദ്ദേഹത്തിൻ്റെ ജനത ചെയ്ത ഒരു തോന്നിവാസത്തെക്കുറിച്ച് അള്ളാഹ് പറയുന്നുണ്ട്. ലിവാത്തത്ത് എന്നാണ് അറബിയിൽ അതിനെ പറയുക, അഥവാ സെഡോമി, പുരുഷനും തോന്നിവാസത്തിൽ ഏർപ്പെടുക എന്ന്. ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വീട്ടിലേക്ക് വന്ന മലക്കുകൾ, മനുഷ്യരൂപത്തിൽ വന്ന മലക്കുകളെ തങ്ങളുടെ തോന്നിവാസത്തിന് ഉപയോഗിക്കാൻ വേണ്ടി വിട്ടുതരണം എന്ന് ആവശ്യപ്പെട്ടു ലൂത്ത് നബിയുടെ ജനതയിൽപ്പെട്ട അക്രമികളായ ആളുകൾ. ആ ചരിത്രം നമുക്കറിയാം. വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ലോകത്താദ്യമായി ഈ മ്ലേച്ഛത, ലോകത്താദ്യമായി ഈ കൊടിയ തിന്മ കൊണ്ടുവന്നത് നിങ്ങളാണ് എന്ന് പറഞ്ഞ അള്ളാഹു ശക്തമായ ഭാഷയിൽ അവരുടെ തോന്നിവാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ തോന്നിവാസത്തിനും ധിക്കാരത്തിൻ്റെയും ശിക്ഷയെന്നോണം ആ ജനതയെ അള്ളാഹു നശിപ്പിച്ചു. ആ നശിപ്പിച്ചതിൻ്റെ ചിത്രവും തെളിവും അടയാളവും ഇന്നും അവിടെയുണ്ട്. ഡെഡ് സീ ആയി നമുക്ക് കാണാം, ചാവുകടലായി കാണാം. ഇസ്രായേലിലാണ് അതുള്ളത്. നമുക്കറിയാലോ, ഇസ്രായേൽ അല്ലെങ്കിൽ ഫലസ്തീൻ യാത്രയൊക്കെ പോയ, ചരിത്രഭൂമികളിലൂടെയൊക്കെ യാത്ര പോയ ആളുകൾക്ക് അത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ മണ്ണ് അള്ളാഹു പറഞ്ഞത്, അഥവാ നിങ്ങൾ ഉപയോഗിക്കുന്ന യാത്രാമാർഗമാണത്, നിങ്ങൾ കടന്നു പോകുന്ന യാത്രാ വഴികളിൽ ഒരു അടയാളമാക്കി നാം അവശേഷിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പൗരാണിക കാലത്തും ഒരു പ്രധാന പാതയായിരുന്നു അത്. ഇന്നും ഇസ്രായേലിനെയും ഈജിപ്തിനെയും ഫലസ്തീനെയും എന്ന് തുടങ്ങി ജോർദാനിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന പാത തന്നെയാണ്. ആ പാതയോരത്താണ് അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ അടയാളമായി ചാവുകടൽ. അതെ, നമുക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി ഇന്നുമുണ്ട്. നിങ്ങൾ നോക്കി, ആ തോന്നിവാസം തോന്നിവാസമേ അല്ല, മറിച്ച് അത് ഞങ്ങളുടെ ഇഷ്ടമാണ്, ഞങ്ങളുടെ കാഴ്ചപ്പാടാണ്, ഞങ്ങളുടെ ആശയമാണ്. അതിന് നിങ്ങൾ തടസ്സം നിൽക്കരുത് എന്നാണ് ഈ LGBT കമ്മ്യൂണിറ്റി ലോകത്തോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിം പേരുള്ള സൗദി അറേബ്യയിൽ പഠിച്ച, അവിടെയുള്ള മദ്രസയിലും സ്കൂളിലും പഠിച്ച 2 പെൺകുട്ടികളാണ് ഞങ്ങളിതാ പരസ്പരം ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറാകുന്നു എന്ന് പറഞ്ഞപ്പോൾ സകല ചാനലുകളും പത്രങ്ങളും അവരെ കാണിച്ചു കൊടുത്തു. അഥവാ മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് പോലും, മുസ്ലിം പെൺകുട്ടികൾ പോലും സ്വതന്ത്ര ചിന്താഗതിയിലേക്ക് കടന്നു വരുന്നു എന്നും അവർ കാലത്തിൻ്റെ മാറ്റത്തെ ഉൾക്കൊള്ളുന്നു എന്നും, ഇതേപോലെയാകണം മുസ്ലിം സമൂഹത്തിലെ, മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പെൺകുട്ടികൾ എല്ലാ ചങ്ങലക്കെട്ടുകളും വലിച്ചു പൊട്ടിച്ചെറിഞ്ഞ് ഇതേപോലെ സ്വതന്ത്രമായി മുന്നോട്ട് പോകണം എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി ബോധപൂർവം മാധ്യമങ്ങളും ചാനലുകളും ഇവരെ ഇടക്കിടക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നു.
മറ്റിതര മതസമൂഹങ്ങളിലെല്ലാം ഇത്തരം കാഴ്ചപ്പാടുകളും ഒരുമിച്ച് ജീവിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ അവരിപ്പോഴും വാർത്തയാകുന്നില്ല. ഈ 2 പെൺകുട്ടികളെ മാത്രം എന്തുകൊണ്ട് ഇടക്കിടക്ക് ഈ പുട്ടിന് തേങ്ങടുന്നത് പോലെ അവരെ സമൂഹത്തിൽ കൊണ്ടുവരുന്നു എന്ന് ചോദിച്ചാൽ, മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഇതുപോലെ ആളുകൾ പുറത്തു വരേണ്ടതുണ്ട്. ഇവർ നിങ്ങളെ കണ്ടുപിടിക്കണമെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഈ പറയുന്ന പിഴച്ച ആശയങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകൾക്ക് ശക്തമായ അവരുടെ ആശയങ്ങൾക്ക് പ്രതിരോധം തീർക്കുന്ന വൻമതിലാണ് ഇസ്ലാം. വിശുദ്ധ ഖുർആനും സുന്നത്തും എന്ന ആ ശക്തമായ വൻമതിൽ ഭേദിക്കുവാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെ തുരങ്കൻ പണി എടുക്കാൻ പറ്റുമോ, എന്തൊക്കെ അടർത്തിയെടുക്കലുകൾ നടത്താൻ പറ്റുമോ, അതിനൊക്കെ വേണ്ടി പണിയെടുക്കുകയാണ്. പക്ഷെ എത്രയെത്ര പരിശ്രമിച്ചിട്ടും വിശുദ്ധ ഖുർആനും സുന്നത്തും ഉണ്ടാക്കിയ ഈ അതിശക്തമായ ഈ പ്രതിരോധ വലയത്തെ മൊത്തം തകർത്തെറിയാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. മറിച്ച് അതിൽ അബദ്ധങ്ങൾ പെട്ടുപോയ, കൃത്യമായി വിഷയങ്ങൾ പഠിക്കാതെ പോയ, ഉൾക്കൊള്ളാതെ പോയ ചില ആളുകൾ പെട്ടുപോയി എന്നതല്ലാതെ ഒരു സമൂഹത്തെ ഈ മ്ലേച്ഛത മൊത്തം ഒന്നടങ്കം അവരെ അതാ വലയത്തിലേക്ക് കൊണ്ടുവരാൻ ഒരിക്കലും ഇവർക്ക് കഴിയില്ല. കാരണം തിളക്കമുള്ള പ്രതിരോധ വലയമാണ്, ജീവസുറ്റ പ്രതിരോധ വലയമാണ് വിശുദ്ധ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെതും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ അടുത്ത് തന്നെ തോന്നിവാസത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നിന്ന പെൺകുട്ടികളുടെ കൂട്ടത്തിൽ പെൺകുട്ടികളോട് ചൂണ്ടിക്കൊണ്ട് റാഗിങ്ങിന് വിധേയായ ഒരു പെൺകുട്ടി പറഞ്ഞത്, പടച്ചോനുണ്ട്, നീ സൂക്ഷിച്ചോ എന്നാണ് ആ കുട്ടിയുടെ മൂർച്ചയുള്ള വാക്കുകൾ. പടച്ചോനുണ്ട്, സൂക്ഷിച്ചോ, നീ മറക്കണ്ട എന്ന വർത്തമാനം പറയുമ്പോൾ അവളെ തങ്ങളുടെ കൂട്ടുകാരികളെല്ലാം പറഞ്ഞൊരാവേശത്തിന്, തങ്ങളുടെ മനസ്സിലുണ്ടായ തോന്നലിലുള്ള ഒരു തോന്നിവാസത്തിന് ഉപയോഗപ്പെടുത്താൻ നിന്നപ്പോൾ മൂർച്ചയുള്ള ഈ വാക്കുകൾ കേട്ടപ്പോഴാണ് അതിൽ നിന്ന് ചില ആളുകൾ മാറി ചിന്തിച്ചത്. ആ മാറി ചിന്ത അവരെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന സത്യസാക്ഷ്യ വചനം ചൊല്ലാൻ പ്രേരിപ്പിച്ചു എന്ന് മാത്രമല്ല, അടിച്ചുപൊളി വസ്ത്രമിട്ട് സകല തോന്നിവാസങ്ങൾക്കും നേതൃത്വം നൽകിയ പെൺകുട്ടി ആ മ്ലേച്ഛമായ വേഷവിധാനം വലിച്ചെറിഞ്ഞ്, താൻ ചെയ്തു കൂട്ടിയ മ്ലേച്ഛതകളെ വലിച്ചെറിഞ്ഞ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ച് ഇസ്ലാമിക ആശയത്തെയും ആദർശത്തെയും എനിക്കുള്ള മാതൃക അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, എൻ്റെ റബ്ബ് ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പടച്ചറബ്ബാണ് എന്ന് പറയാൻ അവർക്ക് പ്രേരകമായ ചരിത്രവും നമ്മുടെ കൺമുന്നിലുണ്ട്. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രമല്ല, ഏതാനും വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ മുന്നിൽ ജീവിക്കുന്ന ചില സത്യങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ തലച്ചോറിനെ, നമ്മുടെ മക്കളുടെ മനസ്സുകളെ ഇത്തരം ആഭാസങ്ങൾ സ്വാധീനിക്കരുത്. ഇത്തരം മ്ലേച്ഛതകളിലേക്ക് നമ്മുടെ കുട്ടികളുടെ മനസ്സും ചിന്തയും പോയിപ്പോകരുത്. മറിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കേണ്ടവളാണ് ഞാൻ എന്ന ആഴത്തിലുള്ള ബോധവും ബോധ്യവുമാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പകർന്നു നൽകേണ്ടത്. അതിന് വിശുദ്ധ ഖുർആനും സുന്നത്തും നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടതുണ്ട്. അവർക്കത് പകർന്നു കൊടുക്കേണ്ടതുണ്ട്. അവർക്ക് കൃത്യമായി അവരുടെ ഹൃദയങ്ങളിലേക്ക്, മനസ്സുകളിലേക്ക് നമ്മൾ പകർന്നു നൽകേണ്ടതുണ്ട്. ഇന്നത്തെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് പകർന്നു നൽകാൻ നമുക്ക് കഴിയണം. അത് ചേർത്ത് പിടിക്കലിലൂടെയാണ് നമുക്ക് കഴിയുക. ഇന്ന് നമുക്ക് പലപ്പോഴും ഒന്നിനും നേരല്ലല്ലോ. ഇതൊരു വലിയ പ്രശ്നമാണ്. നമ്മുടെ കുട്ടികളുടെ സങ്കടങ്ങൾ കേൾക്കാൻ നമുക്ക് നേരല്ല, നമ്മുടെ കുട്ടികളുടെ പരാതികൾ കേൾക്കാൻ നമുക്ക് നേരല്ല. എന്നിട്ട് നമ്മൾ പറയും, നമ്മുടെ കുട്ടികൾ ചിലപ്പോൾ ലഹരിയിലോ അതുമല്ലെങ്കിൽ ഇത്തരം ആഭാസങ്ങളിലോ തോന്നിവാസങ്ങളിലോ പോയി പെടുമ്പോൾ അവരൊന്നും അങ്ങനെ ചെയ്യില്ല, എൻ്റെ കുട്ടികൾ അങ്ങനെ ചെയ്യില്ല, നമ്മൾ ഭയങ്കര ധൈര്യത്തിൽ നിൽക്കും. പിന്നെയാണ് അവരതിൽ പെട്ടുപോയി എന്നറിയുമ്പോൾ പിന്നെ അവനെ അവിടെ ഇടിക്കലായി, തല്ലലായി, പ്രശ്നമായി, ചവിട്ടലായി, വീട്ടിൽ നിന്ന് പുറത്താക്കലായി, നിന്നെ എനിക്ക് കാണണ്ടെന്ന് പറയലായി, മരിച്ചാൽ പോലും നീ എൻ്റെ മയ്യത്ത് മുഖം കാണണ്ട വരണ്ട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗൊക്കെ അടിക്കും. അതിനൊക്കെ മുമ്പ് അത്തരം ഒരു അവസ്ഥയിലേക്ക് അവൻ പോയി പോകുന്നതിന് മുമ്പ് എൻ്റെ സംസാരങ്ങളോ സമീപനങ്ങളോ അത്തരം അവസ്ഥയിലേക്ക് പോയി പോകാൻ അവന് പ്രചോദനമായിട്ടുണ്ടോ എന്ന ഒരു ആഴത്തിലുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത് നന്ന്. കാരണം ഇന്നത്തെ പുതിയ കുട്ടികളുടെ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട പുതിയ പഠനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കുട്ടികളുടെ സങ്കടങ്ങളും പരാതികളും അവൻ്റെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങളും കേൾക്കാൻ നിന്നു കൊടുക്കാനുള്ള മനസ്സും സമയവും രക്ഷിതാക്കളായ നമുക്കുണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ ചെറിയ മക്കൾ അവർ കളിക്കുന്നതിനിടയിലായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ അടുത്തൊരു പരാതിയായിട്ട് വരിക, പാപ്പ പെൻസിൽ പൊട്ടി, പെൻസിലിൻ്റെ മൊന പൊട്ടി എന്നുള്ള പരാതിയായി പറയാനാണ് അവൻ വരിക. അപ്പം നമ്മൾ ഭയങ്കര അടുക്കള പണി തിരക്കിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വേറെന്തെങ്കിലും തിരക്കിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വെറുതെ മൊബൈലിൽ ഇങ്ങനെ നോക്കി നിൽക്കായിരിക്കും. അപ്പോഴാണ് ഉപ്പാൻ്റെ അടുത്ത്, ഉമ്മാൻ്റെ അടുത്ത്, വല്യുപ്പാൻ്റെ അടുത്ത്, വല്യുമ്മാൻ്റെ അടുത്ത് അവനെ സംബന്ധിച്ചോളം പെൻസിലിൻ്റെ മൊന പൊട്ടുക എന്നുള്ളത് ഭയങ്കര വലിയ സങ്കടമാണ്, വലിയ പ്രശ്നമാണ്. അതായിട്ടായിരിക്കും അവൻ വരിക. പക്ഷേ ഒന്ന് കേൾക്കാൻ പോലും നമ്മൾ തയ്യാറല്ല.
കേട്ട ഭാവം പോലും നമ്മൾ നടിക്കണില്ല. മറിച്ച് പോയി അവിടെ പോയി കളിക്കണം, ഇവിടെ പിന്നെയും വന്ന് പ്രശ്നം ഉണ്ടാക്കണം. അവൻ പോവാണ്. രണ്ടാമത്തെ വട്ടം അവൻ വരും. ഇതുപോലെ അവൻ്റെ പെൻസിൽ പൊട്ടിയ, ചിലപ്പോൾ പെൻസിലിന് പകരം ചിലപ്പോൾ വേറെന്തെങ്കിലും ആയിരിക്കാം, അവൻ്റെ കളിപ്പാട്ടം വല്ലതും പൊട്ടിയതായിരിക്കാം. മൂന്നാമത്തെ വട്ടവും അവൻ വന്നേക്കാം. നാലാമത്തെ വട്ടം അവൻ വരില്ല. കാരണം അവൻ്റെ പ്രതീക്ഷക്കൊത്ത് ഒരു ആശ്വാസം ഇവിടെ നിന്നില്ല. അവൻ്റെ സങ്കടം കേൾക്കാൻ എനിക്കാരുമില്ല എന്ന് തോന്നൽ ആ കുഞ്ഞു മനസ്സിൽ ഉണ്ടായി തുടങ്ങാണ്. എൻ്റെ സങ്കടം കേൾക്കാൻ എനിക്കാരുമില്ല, എൻ്റെ വേദന കേൾക്കാൻ ആരുമില്ല. അവനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വേദനയും സങ്കടവുമാണ്. പിന്നെ അവൻ്റെ ജീവിതത്തിൽ എന്തെന്ത് സങ്കടങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അവൻ നമ്മുടെ അടുക്കൽ വന്നു വളരണമെന്നില്ല, അവൻ നമ്മുടെ അടുക്കൽ പറഞ്ഞു വളരണമെന്നില്ല. പക്ഷെ നമ്മുടെ ധാരണ എന്താ? എൻ്റെ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, അവൻ ഭയങ്കര സംഭവമാണ്, എൻ്റെ മോൾക്ക് ഒരു കുഴപ്പമില്ല, ഒക്കെ ഭയങ്കര സംഭവമാണെന്നാണ്. പക്ഷേ എല്ലാ സങ്കടങ്ങളും വേദനകളും മനസ്സിലെങ്ങനെ അടുക്കി വെച്ച് വമ്പൻ ചീട്ടുകൊട്ടാരമായി പെട്ടെന്ന് അത് അങ്ങോട്ട് തകരും, പൊളിഞ്ഞു വീഴും. ചിലപ്പോൾ ആ വീഴ്ച അല്ലെങ്കിൽ ആ തകർച്ച ഒരു പക്ഷേ അവനെ ലഹരിയിലേക്ക് എത്തിച്ചേക്കാം, അല്ലെങ്കിൽ ആത്മഹത്യയിൽ എത്തിച്ചേക്കാം, അതല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലുള്ള നിഷേധത്തിലേക്ക് കൊണ്ടെത്തിച്ചേക്കാം, അതല്ലെങ്കിൽ വേറെന്തെങ്കിലും ആഭാസങ്ങളിലേക്ക് എത്തിച്ചേക്കാം. ആ സമയത്ത് നമ്മൾ നിലവിളിച്ചിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ചേർത്ത് പിടിക്കാൻ കഴിയണം. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മളിങ്ങനെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നബി കുട്ടികളെ കൊണ്ട് നടന്ന രംഗങ്ങൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നബിനെങ്ങനെ അടുത്ത് കിട്ടിയാൽ നബിനെ കെട്ടിപ്പിടിച്ച് നബിക്ക് തുരുതുരാ ചുംബനങ്ങൾ കൊടുക്കാൻ നമുക്ക് തോന്നും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലൂടെ വെറുതെ ഇങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ, ചെറിയ മക്കൾ അവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നബി അങ്ങോട്ട് പോവുകയാണെങ്കിൽ നബി അങ്ങോട്ട് ആദ്യം അസ്സലാമു അലൈക്കും ആ മക്കളോട് പറയുന്ന. ചെറിയവർ വലിയ ആളുകളോടാണ് സലാം പറയേണ്ടത്. നബിയുടെ വിനയവും മഹത്വവും നബി അങ്ങോട്ട് സലാം പറയുമെന്നാണ്. നബിനെ കണ്ട ആ മക്കളൊക്കെ ഓടി വരുമെന്നാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ ചേർന്ന് നിൽക്കുമെന്നാണ്. ഇഷ്ടമാണ് അവർക്ക് നബിയെ, സ്നേഹമാണ് അവർക്ക് നബിയെ, അവരുടെ എല്ലാമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ താടിരോമങ്ങളിൽ അവർ കുഞ്ഞു കൈകൾ കൊണ്ട് തലോടും. അവരുടെ നെറുകയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തലോടും. ആ നെറുകയിൽ ചുടുചുംബനങ്ങൾ നൽകും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. തൻ്റെ പേരക്കുട്ടിയെ മാത്രമല്ല, മദീനയിലെ എല്ലാ കുട്ടിയും അള്ളാഹുവിൻ്റെ റസൂലിന് പ്രിയപ്പെട്ട കുട്ടികൾ തന്നെയായിരുന്നു. മദീനയിലെ മുഴുവൻ കുട്ടികൾക്കും അള്ളാഹുവിൻ്റെ റസൂൽ അവരുടെ ഓരോരുത്തരുടെയും പ്രിയപ്പെട്ടവനായിരുന്നു എന്നതാണ് സത്യം. അങ്ങനെ ആകുമ്പോൾ, അങ്ങനെ ആവണം നമ്മൾ. അങ്ങനെ ആവുമ്പോഴാണ് നമ്മുടെ മക്കൾ നമ്മളിലേക്ക് ചേർന്ന് നിൽക്കുക. അവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും സന്തോഷങ്ങളും അവർ നമ്മുടെ ഹൃദയം തുറന്ന് നമ്മളോട് പറയുക. അത് കേൾക്കാനും പരിഗണിക്കാനും ചേർത്ത് പിടിക്കാനും നമ്മൾ കഴിയുമ്പോഴാണ് നമ്മുടെ ഉപദേശങ്ങൾ അവരുടെ മുന്നിൽ പരിഗണിക്കപ്പെടുക. അതിനവൻ വില നൽകുക. അതല്ല എങ്കിൽ അതിന് പരിഗണന കിട്ടിക്കൊള്ളണമെന്നില്ല, അതിന് വേണ്ടത്ര വില അവൻ നൽകിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ കേൾക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മുടെ മക്കളുടെ എത്ര നിസ്സാരമായ പരാതികളാണെങ്കിലും അതിന് പരിഹാരം നിർദ്ദേശിക്കാനും, എന്ത് പ്രശ്നം ഉണ്ടായാലും എൻ്റെ ഉപ്പാൻ്റെ അടുത്ത് പോയാൽ, ഉമ്മാനോട് പോയി പറഞ്ഞാൽ അതിന് പരിഹാരമുണ്ടാകുമെന്ന ആഴത്തിലുള്ള ചിന്ത ആ കുഞ്ഞു മനസ്സിൽ പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം. അപ്പം അതുകൊണ്ട് തന്നെ അവൻ 10ാം ക്ലാസ് കഴിഞ്ഞ്, +2 കഴിഞ്ഞ്, ഡിഗ്രി കഴിഞ്ഞ്, ഇനി ഹയർ സ്റ്റഡീസിന് എവിടെ ലോകത്തിൻ്റെ ദുനിയാവിൻ്റെ ഏതറ്റത്ത് പോയാലും, അത് ജർമ്മനിയിലല്ല, UK-യിലല്ല, എവിടെ പോയാലും ആ തനിമ കുട്ടി നിലനിർത്തും. ആ തനിമ കണ്ടിട്ടാണ് അതെ ആ പ്രദേശങ്ങളിൽ പഠിക്കാൻ ഹയർ സ്റ്റഡീസിന് പോയ ലോകത്തിൻ്റെ പലയിടങ്ങളിൽ നിന്ന് വന്ന പെൺകുട്ടികൾ തരിച്ച് അന്തം വിട്ടു നിന്ന് പോയത്. ഈ അടുത്തൊരു പുസ്തകം ഇറങ്ങി, വുമൺ എംബ്രൈസിങ് ഇസ്ലാം എന്ന് പറഞ്ഞിട്ട്, സ്ത്രീകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിനെ കുറിച്ചൊരു പുസ്തകം. അതിൽ 5 ആൾ കടന്നു വന്നാൽ 5ൽ 4 സ്ത്രീകളാണ്. അത്രയധികം എങ്ങനെ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു യൂറോപ്യൻ രാജ്യങ്ങളിൽ. അതിനെക്കുറിച്ച് പഠനം നടത്തിയ ആളുകൾ പറഞ്ഞത്, ഈ അറബ് രാഷ്ട്രങ്ങളിൽ നിന്നെല്ലാം തന്നെ ഹയർ സ്റ്റഡീസിന് യൂറോപ്പിലേക്കും മറ്റും പോകുന്ന അറബി ചെറുപ്പക്കാരായ ആളുകൾ അവരവിടെ പഠനത്തിന് പോകുന്നു. അവരുടെ പഠനം, നിസ്കാരം, അവരുടെ മതനിഷ്ഠയനുസരിച്ച് ജീവിക്കുന്നു. അടിച്ചു പൊളിക്കാനുള്ള പണം എമ്പാടും എല്ലാം ഉണ്ട്. പക്ഷേ അവർ വരുന്നില്ല. അവിടെയുള്ള കൂടെ പഠിക്കുന്ന കുട്ടികളോ മറ്റു പഠിക്കുന്ന കുട്ടികളോ ഏത് പെണ്ണുങ്ങളുമായി എന്ത് ആഭാസങ്ങളിലും ഏർപ്പെടാനും, ഏത് രാത്രി എന്ത് തോന്നിവാസം, കള്ളും വെള്ളും എല്ലാം ഉണ്ട്. പക്ഷേ ഗേൾ ഫ്രണ്ട്സുമായി ഡേറ്റിങ്ങിനും കറങ്ങി നടക്കാനും പോലും ഈ ചെറുക്കന്മാരെ കിട്ടണില്ല. നല്ല ചുറുചുറുക്കുള്ള, നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാർ, ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, കഴിവുള്ള ഈ യുവാക്കൾ അവർക്ക് കിട്ടണില്ല. അവിടെയുള്ള പെൺകുട്ടികൾ ചോദിച്ചു, നിങ്ങൾ എന്ത് മനുഷ്യന്മാരാണ്? ബാക്കിയുള്ള ആളുകളെ എന്തൊക്കെയാണ് ഇവിടെ, നിങ്ങൾ എന്തേ വരാത്തത്? ഇത്രയും സൗന്ദര്യധാമങ്ങളായി ഞങ്ങൾ മുന്നിലുണ്ടായിട്ട്, ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിട്ട് എന്തേ നിങ്ങൾ ഞങ്ങളുടെ കൂടെ കറങ്ങാനും ഇതുപോലെ അടിച്ചു പൊളിക്കാനും വരാത്തത്? അവർ പറഞ്ഞത്,
ഞങ്ങളില്ല. നിങ്ങൾ ഇതിൽ നിന്ന് തടയുന്നത് എന്താണ്? ഞങ്ങളുടെ ദീനാണ്. റബ്ബുണ്ട്, അവൻ കാണുന്നുണ്ട്, പരലോകമുണ്ട് എന്ന തിരിച്ചറിവാണ് ഞങ്ങളെ നിയന്ത്രിക്കുന്നത്, ഞങ്ങളെ നയിക്കുന്നത്. എങ്കിൽ ആരാണ് ആ റബ്ബ്? എന്താണ് ഈ പരലോകം? എന്താണ് ഈ ദീൻ? എന്താണ് ഈ മതം? ആ കുട്ടികൾ അന്വേഷിക്കുകയാണ്, അവിടെയുള്ള ചെറുപ്പക്കാരികൾ അന്വേഷിക്കുകയാണ്. ഹയർ സ്റ്റഡീസിന് വന്ന പെൺകുട്ടികൾ ഇവരെ ഇങ്ങനെ സ്വാധീനിക്കാൻ മാത്രം എന്താണിത്? ഈ ഭൗതികമായ എല്ലാ സൗകര്യങ്ങളെയും എല്ലാം തന്നെ അത് ശരിയല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ വിശുദ്ധമായ ജീവിതം നയിക്കാൻ മാത്രം ഇവരെ സ്വാധീനിക്കുന്ന ആ ആരാണ് ഈ മുഹമ്മദ് നബി? എന്താണ് ഈ ദീന്? എന്താണ് ഈ പരലോകം? ആ പഠനം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹിയിലേക്ക് എത്തിക്കുന്നു. എന്നാൽ നമ്മളിവിടെ ഇരുന്ന് അവിടെയുള്ള സകല തോന്നിവാസ പിഴച്ച സംസ്കാരവും നമ്മൾ പേറിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ കൊണ്ടുനടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമെന്നോണം നമ്മുടെ ഹെയർ സ്റ്റൈലിൽ പണ്ടുണ്ടായിരുന്ന 1960കളിലെ ഹ്യൂമനിസ്റ്റുകളായ ഹിപ്പികൾ കൊണ്ടുവന്ന അന്നത്തെ ഹിപ്പി സ്റ്റൈല്, അന്നത്തെ പല ചെറുപ്പക്കാരുടെയും സ്റ്റൈൽ ഹിപ്പി സ്റ്റൈലായിരുന്നു. ഇപ്പോൾ നോക്കി, ഇന്ന് പല ടൈപ്പ് സ്റ്റൈലുകളാണ് നമ്മുടെ കുട്ടികളുടെ മുടിവെട്ടലുകളിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്നത്. എവിടെ നിന്നാണ് അതൊക്കെ വരുന്നത്? എവിടെ നിന്നാണ് അതൊക്കെ കടന്നു വരുന്നത്? യൂറോപ്പിൽ കഞ്ചാവ് അടിച്ച് ലഹരി അടിച്ച് പൊളിച്ച് നടക്കുന്ന ആളുകളുടെ ആ വേഷവിധാനവും ചേലും കോലും ഒക്കെ നമ്മൾ മഹാസംഭവമായി നമ്മുടെ കുട്ടികൾ കൊണ്ടുനടക്കാണ്. സത്യം പറഞ്ഞ നമ്മുടെ കുട്ടികൾക്ക് ഇതറിയില്ല. അവൻ അങ്ങനെ മുടി വെട്ടി, അതുകൊണ്ട് ഞാനും അങ്ങനെ വെട്ടി, അവരെല്ലാവരും അങ്ങനെ വെട്ടി, പിന്നെ ഞാൻ മാത്രം ഇങ്ങനെ പഴയ ഈ ക്രോപ്പ് അടിച്ചു പോകണം, അപ്പം ഞാനും അങ്ങനായി. അതിലപ്പുറമൊന്നും അറിയില്ല അവർക്ക്. ഇത് ഒരു വലിയ സംസ്കാരത്തിൻ്റെ, മ്ലേച്ഛമായൊരു സംസ്കാരത്തിൻ്റെ, അതിരുവിട്ട സംസ്കാരത്തിൻ്റെ പ്രകടനങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ കാലത്തിൻ്റെ ഒഴുക്കുവെള്ളത്തിൻ്റെ കൂടെ ഒഴുകേണ്ടവനല്ല ഒരു MSMകാരൻ, ഒരു ISMകാരൻ, തൗഹീദുള്ളവൻ, റസൂലുള്ളാഹി എന്നത് ഹൃദയത്തോട് ചേർത്ത് വെച്ചവൻ. മറിച്ച് ആ ഒഴുക്കിൻ്റെ കൂടെ ഒഴുകാൻ 1000 കിട്ടിയേക്കാം, പക്ഷേ ആ ഒഴുക്കിന് എതിരെ ഖുർആനും സുന്നത്തും അനുസരിച്ച് എനിക്ക് നീന്താവുന്നത്ര ഞാൻ ഒഴുകും, ഈ ഒഴുക്കിൽ, ഈ കലക്കവെള്ളത്തിൽ പെട്ടുപോവാതിരിക്കാൻ എന്ന തീരുമാനം എടുപ്പിക്കുന്ന രംഗത്ത്, അങ്ങനെ മക്കളെ ഉയർത്തി നിർത്തുന്ന രംഗത്താണ് രക്ഷിതാക്കൾ എന്ന നിലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഗൗരവത്തിൽ ഈ വിഷയത്തെ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. കഴിഞ്ഞ മാസമാണ് ഡിസംബർ കഴിഞ്ഞു പോയത്. ഡിസംബർ 1 വേൾഡ് എയ്ഡ്സ് ഡേ ആണ്. ലോകം എയ്ഡ്സ് ദിനമായി ആചരിക്കുകയും ആ രംഗത്തുള്ള ഭയങ്കരമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ലോകത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിൽ ഈ എയ്ഡ്സ് രോഗം വരാനുള്ള കാരണങ്ങൾ, അത് വന്നുകൊണ്ടാകാവുന്ന അപകടങ്ങൾ, അതുവഴി ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ച് കോടികൾ പണം മുടക്കിയിട്ട് ഭയങ്കര ബോധവൽക്കരണം നടത്തുകയാണ്. എന്തായിരുന്നാലും ലോകാരോഗ്യ സംഘടനയ്ക്ക് അമേരിക്ക കൊടുത്തുകൊണ്ടിരുന്ന ഫണ്ട് ഇപ്പോഴത്തെ പുതിയ പ്രസിഡന്റ് നിർത്തലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി പൈസ തരില്ല എന്ന് പറഞ്ഞു. ആ പൈസ നഷ്ടക്കച്ചവടമാണെന്ന്. മൂപ്പര് കച്ചവടക്കാരനായതുകൊണ്ട് എല്ലാം കച്ചവട കാര്യത്തിലേ മൂപ്പര് കാണുള്ളൂ. അതുകൊണ്ട് തന്നെ ആ പൈസ ഇനി കിട്ടൂല. പക്ഷേ ഈ ഓർഗനൈസേഷൻ്റെ എല്ലാം ബോധവൽക്കരണങ്ങൾ നടക്കുന്നിടത്ത് അവരെല്ലാം മുന്നിൽ വെച്ചൊരു കാര്യം ഇത്രയേ ഉള്ളൂ: ഈ മ്ലേച്ഛമായ HIV പോസിറ്റീവ് എന്ന എയ്ഡ്സ് രോഗം മനുഷ്യനെ വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതിന് അവർ പറഞ്ഞ ഉത്തരം, നിങ്ങൾ സുരക്ഷാ മാർഗങ്ങൾ ഉപയോഗിക്കൂ എന്നാണ്, കോണ്ടംസ് ഉപയോഗിക്കുമെന്നാണ് ഇവർ പറഞ്ഞ്. എന്നാലോചിച്ച് നോക്കി, തോന്നിവാസമൊക്കെ ചെയ്തോ, പക്ഷേ ഇത് ഉപയോഗിക്കണം എന്നാണ്. അവിടെ എന്ന് പറയാൻ അള്ളാന്റെ ദീനിനെ കഴിയും, വിശുദ്ധ ഖുർആനിനാണ് കഴിയുക, അള്ളാഹുവിൻ്റെ റസൂലിനാണ് കഴിയുക. ഇത് മ്ലേച്ഛതയാണ്, തോന്നിവാസമാണ്, നിങ്ങളിത് വലിച്ചെറിയൂ എന്ന് പറയാൻ ഇസ്ലാം ദീനിനെ കഴിയൂ. വേറെ ഒന്നിനും ഇത്ര ശക്തമായി പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ മ്ലേച്ഛതകൾ കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് ഇസ്ലാം എന്ന ഈ മഹിതമായ ആശയത്തോടും ആദർശത്തോടും ഇത്രമേൽ വെറുപ്പും മറപ്പും ഉള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അരുതെന്ന് പറയാൻ അതല്ല പരിഹാരം, മറിച്ച് ആ മ്ലേച്ഛതകളിൽ നിന്ന് മാറി നിൽക്കലാണ് പരിഹാരം എന്ന് പറയാൻ അള്ളാഹുവിൻ്റെ ദീനിനാണ് കഴിയുക. ആ ഒരു ബോധവും തിരിച്ചറിവാണ് നമ്മുടെ കുട്ടികളുടെ ഹൃദയങ്ങളിലേക്കും മനസ്സുകളിലേക്കും നമ്മൾ പകർന്നു നൽകേണ്ടത്. നിങ്ങൾ നോക്കി, എത്രമേൽ ലഹരി വ്യാപകമായി കൊണ്ടിരിക്കുകയാണെന്ന്. എങ്ങനെയാണ് ഇവരെല്ലാം ഇതിൽ പെട്ടുപോകുന്നത്? ഏറെ സങ്കടകരം. നമ്മൾ കണ്ടല്ലോ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ ഉമ്മാനെ വെട്ടിക്കൊല്ലുകയാണ്. എന്നിട്ട് അവൻ പറഞ്ഞ വർത്താനാണ് അതിനേക്കാൾ വലിയ സങ്കടം. എനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷ ഞാൻ നടപ്പാക്കുകയാണ് ചെയ്തതെന്നാണ് പറഞ്ഞത്. ഉമ്മാനെ വെട്ടിക്കൊല്ലാൻ എനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷ ഞാൻ നടപ്പാക്കിയെന്നാണ് ആ ലഹരിയുടെ ഉന്മാദത്തിൽ ആ ചെക്കൻ പറഞ്ഞ വർത്തമാനം. അവനെ വെട്ടിക്കൊല്ലുമ്പോൾ മൂർച്ചയുള്ള ആയുധം ആ ഉമ്മാൻ്റെ ശരീരം തുളഞ്ഞ് ചോര ചീറി പുറത്തു വരുന്നതിനേക്കാൾ കൂടുതൽ
ആ ഉമ്മാനെ വേദനിപ്പിച്ചിട്ടുണ്ടാവില്ലേ ഈ വാക്കുകൾ? എൻ്റെ കുട്ടിയാണല്ലോ ഇത് ചെയ്യണേ. അവൻ്റെ ചെറുപ്പത്തിൽ അവൻ്റെ കാലിലൊരു കൊതുക് കടിച്ചപ്പോൾ, അവനൊരു ഉറുമ്പ് കടിച്ചപ്പോൾ, ആ കൊതുക് കടിയും ഉറുമ്പ് കടിയും കൊണ്ട് അവൻ കരഞ്ഞപ്പോൾ, ആ ഉമ്മ ആ വേദനിക്കുന്ന ഭാഗത്ത് ആ ഉറുമ്പ് കടിച്ചതിൻ്റെ കൊതുക് കടിച്ചതിൻ്റെ ചെറിയ തടുപ്പിൽ ആ വിരൽ വെച്ച് തലോടിക്കൊണ്ട് ആ കുഞ്ഞിനെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് ആശ്വസിപ്പിച്ച ആ ഉമ്മാൻ്റെ നെഞ്ചിലേക്കാണ് ഈ ആഞ്ഞുള്ള വട്ടലുകൾ എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ കുട്ടികൾക്ക് ഇങ്ങനെയാകാൻ കഴിയണേ? സ്വന്തം ഉമ്മാനോട് ചേ എന്ന് പറയരുത് എന്ന് പറഞ്ഞ ദീൻ സ്വന്തം ഉമ്മാൻ്റെ കഴുത്തെറുക്കാനും സ്വന്തം ഉമ്മാൻ്റെ നെഞ്ചു വെട്ടിക്കീറാനും സ്വന്തം വാപ്പാനെ പണം തന്നില്ല എന്ന് പറഞ്ഞ് ശ്വാസം മുട്ടിച്ച് കൊല്ലാനും തൻ ജനിപ്പിച്ച അല്ലെങ്കിൽ തന്നിലുണ്ടായ കുഞ്ഞിനെ മദ്യം കുടിച്ച് ലഹരി ബാധിച്ച് വീട്ടിൽ വന്ന് പ്രസവിച്ച് കിടക്കുന്ന തൻ്റെ ഭാര്യയുടെ അടുത്ത് 2-3 ദിവസം മാത്രം പ്രായമായ ചോര കുഞ്ഞിനെ അവൻ്റെ കാല് പിടിച്ച് ആ കുഞ്ഞിൻ്റെ തല ചുമരിൽ അടിച്ച് എന്നിട്ട് കൊന്നിട്ട് പിറ്റേന്ന് ലഹരിയെല്ലാം ഒഴിഞ്ഞപ്പോൾ രാവിലെ എന്നിട്ട് മൂങ്ങിക്കരയണ ഇവനൊക്കെ എന്താ പറയേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയാവുകയാണ് ഇതെല്ലാം? ഇസ്ലാം പറയുന്നത് എല്ലാ തിന്മകളുടെയും ഉമ്മുൽ ഖബായിസ്, സകല ആഭാസങ്ങളുടെയും തുടക്കമാണ് ഈ പറയുന്ന ഈ മദ്യം അല്ലെങ്കിൽ ലഹരി. അതെന്തുമാകട്ടെ. ഇന്നലകളിൽ അത് പട്ടച്ചാരായവും കള്ളൊക്കെ ആയിരുന്നുവെങ്കിൽ ഇന്ന് എന്തൊക്കെയാണ്? ഇന്ന് MDMA, ഹെറോയിൻ, അതേപോലെയുള്ള പല ടൈപ്പ് സാധനങ്ങളാണ് ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ ഇത് നാവിൽ വെക്കുന്നു, ചില ആളുകൾ സ്റ്റാമ്പായി നാവിൽ ഒട്ടിക്കുന്നു. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ പോലീസുകാർക്ക് കള്ളു കുടിച്ച ആളുകളെയൊക്കെ പിടിക്കാൻ വേണ്ടി ഒരു ഡിറ്റക്ടർ വെച്ച ഊതിയ ബീപ്പ് സൗണ്ട് അടിക്കും. പക്ഷേ ഇന്ന് ചില ലഹരികൾ, ഈ MDMA അടക്കമുള്ള ലഹരികൾ ഉപയോഗിച്ച് അവൻ ഊതിയിട്ടും കാര്യമൊന്നുമില്ല, ഇവിടെ അടിക്കൂല. പക്ഷെ അതിനേക്കാൾ ഭയങ്കര ലഹരിയിലായിരിക്കും ഇവരുണ്ടാവുക. മെഡിക്കൽ ഷോപ്പിലെ മരുന്നുകൾ പോലും പ്രത്യേക അനുപാതത്തിൽ കഴിച്ച് ലഹരി ആസ്വദിക്കുകയാണ് ഇന്നത്തെ പുതിയ തലമുറ. എന്തിനേറെ ചില സൈക്കിൾ ഷോപ്പുകളിൽ നിന്ന് കിട്ടുന്ന ചില സാധനങ്ങൾ, അതേപോലെ തന്നെ ചില കാറ് ആക്സസറീസുകളിൽ നിന്നും അതിൻ്റെ ക്ലീനിങ് സാധനങ്ങളിൽ നിന്ന് കിട്ടുന്ന ചില സാധനങ്ങൾ ചില പ്രത്യേക അനുപാതത്തിൽ ഉപയോഗിച്ച് അതിൻ്റെ ലഹരിയിൽ വല്ലാത്ത ലോകത്താണിവർ. അതെ, അവർ ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും അവരുടെ ശരീരത്തിലെ അവയവങ്ങൾ നശിഞ്ഞ് തുരുമ്പെടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ദുരന്തപൂർണമായ ഒരു മരണമായിരിക്കും അവർക്കുണ്ടാവുക. അതിൽ വലിയൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വഴിമാറിപ്പോകുമ്പോൾ എവിടങ്ങളിലേക്കാണ് ഇന്ന് ഈ പറയുന്ന ആളുകൾ ലഹരി ഉപയോഗിക്കുന്ന? മൂക്കിലും നാവിലും ചെവിയിലും എന്തു തുടങ്ങി സ്വന്തം ജനനേന്ദ്രിയങ്ങളിൽ അടക്കം വെച്ച്, എന്തിനേറെ സിറിഞ്ച് വഴി പെട്ടെന്ന് ലഹരി കയ്യിലോ കാലിലോ ഒക്കെ കുത്തിവെച്ച കയറാൻ സമയമെടുക്കുന്നുള്ളത് കൊണ്ട് നേരെ കഴുത്തിലെ പ്രധാന ഞരമ്പുകളിലേക്ക് കുത്തിയിറക്കുന്ന ആളുകൾ, സ്വന്തം പ്രധാന ഗോപ്യാവയവങ്ങളിൽ വരെ കുത്തിയിറക്കുന്ന ആളുകൾ. അത്രമേൽ വളരെ സങ്കടകരമായ, വളരെ ക്രൂരമായ അവസ്ഥാവിശേഷങ്ങൾ ഇന്ന് നമ്മൾ കാണുകയാണ്. എങ്ങനെയാണ് ഈ കുട്ടികളെല്ലാം അതിൽ പെട്ടുപോകുന്നത്? പലപ്പോഴും പെട്ടുപോയ കുട്ടികൾക്ക് രക്ഷപ്പെടാൻ പോലും കഴിയാതെ കുടുങ്ങിക്കിടന്ന് അതിൽ നിന്ന് എന്നേക്കുമായി ഇല്ലാതാകുന്ന ആളുകൾ ഇന്ന് എടുത്തു നോക്കി. പുതിയ കൊലപാതകങ്ങൾ, പല ടൈപ്പ് കൊലപാതകങ്ങൾ. മുമ്പൊക്കെ കുത്തിക്കൊന്നു എന്ന് നമ്മൾ കണ്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു വെട്ടിന്, അല്ലെങ്കിൽ പെട്ടെന്ന് അബദ്ധത്തിൽ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ അറിയാതെ അടിച്ചു, അറിയാതെ കൊണ്ടു, അങ്ങനെ മരിച്ചു, ഇതൊക്കെ കേട്ടത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്നത്തെ ഈ അടുത്ത കാലത്ത് നടന്ന ഓരോരോ കൊലപാതകങ്ങൾ നിങ്ങൾ എടുത്തു നോക്കി. ഈ ഗുണ്ടകളും, ഈ പറയുന്ന കൊട്ടേഷൻ ഗുണ്ടകളും, ഈ പറയുന്ന ആളുകളും, ഈ ലഹരിക്കടിമകളായ ആളുകൾ ചെയ്യുന്ന ഓരോ കൊലയും അതിമേൽ ക്രൂരമായ കൊലപാതകങ്ങളാണ്. 52 വെട്ടുക, അതോടൊപ്പം തന്നെ കഴുത്തറുത്ത് കൊല്ലുക, അതേപോലെ തന്നെ ശരീരാവയവങ്ങൾ കഷ്ണമാക്കി നുറുക്കി നായൊക്കെ തിന്നാൻ കൊടുക്കുക, അതേപോലെ തന്നെ ഷൂട്ട് കേസിലാക്കുക, എന്നിട്ട് പലയിടത്തും കൊണ്ടിടുക. എന്തെല്ലാം ക്രൂരമായ വിനോദങ്ങളാണ്! അതിലൊരല്പം പോലും, 1% പോലും കുറ്റബോധമില്ലാതെ നിൽക്കുന്നു എന്നതാണ് അതിനേക്കാൾ വലിയ അപകടം. 1% പോലും കുറ്റബോധമില്ലാതെ അതെന്താണ്, ഞാൻ ചെയ്തു, ഇനിയും ചെയ്യും എന്ന് പറയുന്ന വല്ലാത്ത സങ്കട കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ് റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബു ലഅല്ലക്കും തുഫ്ലിഹൂൻ എന്ന് അന്നും ഇന്നും എല്ലാ സമൂഹത്തെയും ചൂണ്ടിക്കൊണ്ട് പറയാൻ അള്ളാഹിൻ്റെ ദീനിന് മാത്രമേ കഴിയൂ. അപ്പം ചില ആളുകൾ പറഞ്ഞു അത് അന്നത്തെ മുന്തിരിയെന്നും ഈത്തപ്പഴത്തൊന്നും ഉണ്ടാക്കിയ കള്ളിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്നത്തെ MDMAയും ഇന്നത്തെ ഹെറോയിനും ഇന്നത്തെ ടൈപ്പ് സാധനങ്ങളെ കുറിച്ചല്ല. അവിടെയും അള്ളാഹുവിൻ്റെ റസൂൽ അതിൻ്റെ വേരുകളും മുറിച്ചെടുത്തു. കുല്ലു മുസ്കരിൻ ഹറാം, ലഹരി
ലഹരിയുണ്ടാക്കുന്ന സർവവും നിഷിദ്ധമാണ്, ഹറാമാണ് എന്ന് പറയുക വഴി ഇന്ന് നിലവിലുള്ള സകല ലഹരി വസ്തുക്കളുടെയും അടിവേര് പിഴുതെറിഞ്ഞ് ഇനി ലോകാവസാനത്തിന് മുമ്പ് വരെ വരാനിരിക്കുന്ന സകല ലഹരി വസ്തുക്കളുടെ നടപടിക്രമങ്ങളെയും വേരോടങ്ങനെ ഇളക്കി പറിച്ചു വലിച്ചെറിയുകയാണ് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ. ഇങ്ങനെ പറയാൻ, ഇങ്ങനെ പൊതുസമൂഹത്തിന് ബോധവൽക്കരിക്കാൻ, അവർക്ക് മുന്നിൽ കൃത്യമായ വഴിയും വെളിച്ചവും നൽകാൻ ലോകത്ത് ഏത് ഇസത്തിനാണ് കഴിയുക? ലോകത്തെ ഏത് മതദർശനത്തിനാണ് കഴിയുക? ലോകത്തെ ഏത് തത്വചിന്താ പ്രസ്ഥാനത്തിനാണ് കഴിയുക? അതുകൊണ്ടാണ് ഈ ആഭാസ തോന്നിവാസങ്ങളിൽ ആണ്ടുകിടക്കുന്ന ആളുകൾക്കും അതുവഴി സ്വന്തം പണവും സമ്പത്തും സ്വാർത്ഥലാഭങ്ങളും നേടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കും എന്നും കണ്ണിലെ കരടാണ് അള്ളാഹിൻ്റെ ദീൻ, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ജീവിതം. അതിനെ ഇകഴ്ത്തണം, അതിനെ തെറ്റിദ്ധരിപ്പിക്കണം. അതിനു വേണ്ടിയാണ് അവർ സകല അർത്ഥത്തിലുള്ള തന്ത്രകുതന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതിനവർ മീഡിയ ഉപയോഗിക്കുന്നു, പല അർത്ഥത്തിലുള്ള സാധ്യതകൾ ഉപയോഗിക്കുന്നു, ഇസ്ലാമിനെ കുറിച്ച് പുച്ഛമുണ്ടാക്കുന്നു. ഇസ്ലാം മുസ്ലിം എന്ന് പറയുന്നത് തന്നെ ഒരു അപകർഷതാബോധമാണ്, ഒരു കുറവായിട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ കുത്തി നിറക്കുന്നു. ഇതിനിടയിൽ ഞാൻ പടച്ച റബ്ബിന് സമ്പൂർണ്ണമായും സമർപ്പിച്ചവനാണ്, ഞാൻ മുസ്ലിമാണ് എന്ന അഭിമാന ബോധത്തോടെ പറയാൻ നമ്മുടെ മക്കളെ പ്രാപ്തമാക്കണം. മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ ഭീകരവാദിയല്ല, അവൻ തീവ്രവാദിയല്ല, മറിച്ച് മനുഷ്യരുടെ ഹൃദയങ്ങളിലുള്ള സകല നന്മകളും ഉൾക്കൊണ്ട, തൻ്റെ ചുറ്റുമുള്ള അയൽക്കാരൻ്റെ മതമോ ജാതിയോ വർഗമോ വർണ്ണമോ നോക്കാതെ അവൻ്റെ വേദനകളെ, യാതനകളെ, അവൻ്റെ സങ്കടങ്ങളെ കണ്ടറിയുന്ന, അവൻ്റെ കണ്ണീരുകൾക്ക് ആശ്വാസം നൽകുന്ന, അവരോട് കരുണ കാണിക്കുന്ന, അതുവഴിയാണ് എൻ്റെ റബ്ബ് എന്നോട് കരുണ കാണിക്കുമെന്ന അർപ്പണബോധമുള്ളവനാണ് മുസ്ലിം. അവനാണ് മുസ്ലിം. നാളെയുടെ ലോകത്ത് സ്വർഗ കവാടം എനിക്കായി തുറക്കപ്പെടണമെങ്കിൽ എൻ്റെ ഉപ്പാനും ഉമ്മാനെയും ചവിട്ടുകയും കുത്തുകയും വെട്ടുകയും തെറിവിളിക്കുകയും മോശമായി അവരോട് പെരുമാറുകയും ചെയ്യാൻ പാടില്ല. മറിച്ച് എൻ്റെ ഉപ്പാക്ക് ഉമ്മാക്ക് കനിവായി അവൻ അവരുടെ ഇഷ്ടപുത്രനായി, ഇഷ്ടപ്പെട്ട മകനായി, മകളായി കാരുണ്യത്തിൻ്റെ വിനയത്തിൻ്റെ ചിറക് എൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ മേലെ താഴ്ത്തിക്കൊടുത്ത് റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് പറഞ്ഞ് ഉപ്പാനെയും ഉമ്മാനെയും ചേർത്ത് പിടിക്കുക വഴി, വല്ലുപ്പാനെയും ഉമ്മാനെയും വല്ലുമാനെയും ചേർത്ത് പിടിക്കുക വഴി, എൻ്റെ കുഞ്ഞനുജന്മാരെയും അനുജത്തിമാരെയും ചേർത്ത് പിടിക്കുക വഴി, എൻ്റെ ഇക്കാക്കാനെയും ഇത്താത്താനെയും സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും വഴി, എൻ്റെ ചുറ്റുമുള്ള സഹപ്രവർത്തകരെയും അയൽക്കാരെയും പരിഗണിക്കുക വഴി മാത്രമാണ് സാധ്യമാവുകയുള്ളൂ എന്ന ആഴത്തിലുള്ള തിരിച്ചറിവിനുള്ളവനെയാണ് മുസ്ലിം എന്ന് പറയുക. അങ്ങനെയാകാനാണ് ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ജീവിതത്തിൻ്റെ ഏതേത് പ്രശ്നങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും എൻ്റെ അല്ലാഹ്, എൻ്റെ റബ്ബേ, റബ്ബന, റബ്ബി, അല്ലാഹുമ്മ എന്ന് മാത്രം വിളിക്കാനും, പടച്ച റബ്ബല്ലാത്തൊരു ശക്തിയെയും ഞാൻ വിളിക്കില്ല, മറ്റൊന്നിൻ്റെ മുന്നിലും ഞാൻ അഭയം തേടില്ല എന്ന അർപ്പണ ബോധമുള്ളവനെയാണ് മുസ്ലിം എന്ന് പറയുക. എൻ്റെ ജീവിതത്തിൻ്റെ ഏതേത് തലങ്ങളിലും, എൻ്റെ വൈയക്തിക, കുടുംബ, ദാമ്പത്യ, സാമ്പത്തിക, സാമൂഹ്യ, രാഷ്ട്രീയ മേഖലകൾ എന്ന് തുടങ്ങി എൻ്റെ മുന്നിൽ എനിക്ക് തികവും മികവും പൂർണ്ണവുമായ മാതൃക എൻ്റെ ജീവനായ, എൻ്റെ കരളിൻ്റെ കരളായ എൻ്റെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവസാന ശ്വാസം വരേക്കും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ, എൻ്റെ റോൾ മോഡൽ. അതല്ലാത്ത സിനിമാ താരങ്ങളോ സീരിയൽ താരങ്ങളോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കായിക താരങ്ങളോ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ലൈക്കുകളും കമൻറ്റുകളും ഒരുപാട് ഷെയറുകളും കിട്ടുന്ന ഏതെങ്കിലും ഒരു താരമല്ല, മറിച്ച് എൻ്റെ പ്രിയപ്പെട്ടവൻ, എൻ്റെ റോൾ മോഡൽ, എൻ്റെ റസൂലുള്ളയാണ് എന്ന ആഴത്തിലുള്ള തിരിച്ചറിവുള്ളവനെയും ആ മാതൃകയെ പിൻപറ്റുന്നവനെയുമാണ് മുസ്ലിം എന്ന് പറയുക. അങ്ങനെ പറയാൻ, അതിൽ അഭിമാനം കൊള്ളുന്ന മക്കളെ വാർത്തെടുക്കാൻ ഈ പുതിയ കാലത്ത് നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിന് നമ്മുടെ മദ്രസകൾ സജീവമാകണം, നമ്മുടെ ഖുർആൻ ക്ലാസ്സുകൾ സജീവമാകണം, നമ്മുടെ തസ്കിയ തർബിയ ക്യാമ്പുകൾ സജീവമാകണം. അതിൻ്റെ എല്ലാം കുറവ് കൊണ്ടല്ല, പക്ഷേ അത് ഹൃദയത്തിലേക്ക് പകർന്നു നൽകാൻ കഴിയുന്നതാകണം. മാത്രമല്ല വെറും ക്യാമ്പുകളിലൂടെയും അതേപോലെയുള്ള തസ്കിയ ക്യാമ്പുകളിലോ പഠന ക്യാമ്പുകളിലോ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല ഇത്. മറിച്ച് ഉപ്പാൻ്റെ നാവിലൂടെ, ഉപ്പാൻ്റെ പെരുമാറ്റത്തിലൂടെ, ഉമ്മാൻ്റെ സ്വഭാവത്തിലൂടെ, ഇക്കാക്കാൻ്റെ ചേർത്തുപിടിക്കലിലൂടെ, ഇത്താത്താൻ്റെ സ്നേഹത്തോടെയുള്ള സമീപനങ്ങളിലൂടെ, സമൂഹത്തിൻ്റെ കൃത്യമായ ഇടപെടലിലൂടെ കൂടി സാധ്യമാകേണ്ട ഒന്നാണ് ഈ ചേർത്ത് പിടിക്കലുകൾ എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ നമുക്ക് വേണം, നമ്മുടെ പൊന്നുമക്കളെ നമുക്ക് വേണം. കാലം എത്ര മാറിയാലും പുതിയ കാലത്തിൻ്റെ എന്തെന്ത് വളർച്ചകളും എന്തെന്ത് നേട്ടങ്ങളും എന്തെല്ലാം ആഭാസങ്ങളും നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ പോലും എൻ്റെ കുട്ടിയായി നിലകൊള്ളണം. എൻ്റെ മോൻ, എൻ്റെ മോൾ, നമ്മുടെ കുട്ടികൾ നമുക്ക് നഷ്ടപ്പെടരുത്. നമ്മൾ മരിച്ചാൽ
നമുക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുന്നത് അവരാണല്ലോ. ആ മക്കളുടെ സ്വാലിഹീങ്ങളാണ് അവരെങ്കിൽ അവരുടെ പ്രാർത്ഥനയാണ് നമ്മുടെ പാരത്രിക ലോകത്ത് നമുക്ക് ഫലപ്രദമാവുക, ഗുണപ്രദമാവുക എന്നല്ലേ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അതുകൊണ്ട് വലദുൻ സ്വാലിഹുൻ യദ്ഉല എന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മകനും മകളും പേരമകനും പേരക്കുട്ടികളും ഉയർന്നു നിൽക്കണം. അതിന് ബോധപൂർവമായി നമ്മുടെ കുട്ടികളിൽ നമ്മൾ ഇടപെടണം. അവളെ കേൾക്കാൻ നമുക്ക് കഴിയണം. അവൾക്ക് ആശ്വാസമാകാനാകണം. അവൻ്റെ പ്രശ്നങ്ങളിൽ, അവൻ്റെ പ്രയാസങ്ങളിൽ, അവൻ്റെ പരാതികളിൽ താങ്ങായി തണലായി ഉപ്പയായി ഉമ്മയായി ഞാനുണ്ടടാ, വല്ലുപ്പയായി വല്ലുമ്മയായി ഞാനുണ്ട്, ഇക്കാക്കയും ഇത്താത്തയുമായി ഞാനുണ്ട്, അതെ കൂട്ടുകാരനായി ഞാനുണ്ടടാ, കട്ടക്ക് കൂടെയുണ്ടടാ എന്ന് പറയുന്ന കൂട്ടുകാരുണ്ടാകണം സമൂഹത്തിൽ. കട്ടക്ക് കൂടെ നിൽക്കുന്ന, ആഭാസങ്ങൾക്കും തിന്മകൾക്കുമല്ല നന്മകൾക്ക് കൂടെ നിൽക്കുന്ന, സങ്കടങ്ങളും വേദനകളും ഉണ്ടാകുമ്പോൾ ചേർത്ത് പിടിക്കുന്ന കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കണം. പ്രശ്നം വരുന്ന സമയത്ത് മെല്ലെ തടി കഴിച്ചിലാക്കുന്ന കൂട്ടുകാരല്ല ഉണ്ടാകേണ്ടത്, മറിച്ച് നന്മകളിൽ ചേർന്ന് നിൽക്കുന്ന കൂട്ടുകാരുണ്ടാകണം. അതുകൊണ്ടാണ് അല്ലാഹു റസൂൽ പറഞ്ഞത്, നല്ല കൂട്ടുകാരനെ തിരഞ്ഞെടുക്കണം, നല്ല കൂട്ടുകാരനെ തിരഞ്ഞെടുക്കണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരഞ്ഞെടുത്ത ആ നല്ല കൂട്ടുകാരൻ്റെ പേരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്താണ് ആ കൂട്ടുകെട്ട്? ആ കൂട്ടുകെട്ട് മാത്രം പഠിച്ചാൽ മതി. ഇന്നത്തെ ഫ്രണ്ട്ഷിപ്പിൻ്റെ എന്താണ് ഫ്രണ്ട്ഷിപ്പ് എന്നും ഫ്രണ്ട്ഷിപ്പിൻ്റെ വലിപ്പവും മഹത്വവും അതിൻ്റെ ആത്മാർത്ഥതയും അതിൻ്റെ വിശുദ്ധിയും അതിൻ്റെ ഔന്നിത്യവും അറിയണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനും തമ്മിലുള്ള ആ ഫ്രണ്ട്ഷിപ്പ് ഒന്ന് നമ്മുടെ പുതിയ ന്യൂ ജെൻ സമൂഹം, നമ്മുടെ കുട്ടികളൊന്ന് പഠിച്ചാൽ മതി. ആ കൂട്ടുകെട്ട് അത് എപ്പോൾ തുടങ്ങിയ കൂട്ടുകെട്ടാണ്? മക്കയിൽ അവരുടെ കളിപ്രായം മുതലുള്ള കളിക്കൂട്ടുകാരാണ് ഇവർ രണ്ടുപേരും. അവരുടെ ബാല്യം, അവരുടെ കൗമാരം, അവരുടെ യൗവനം, അവരുടെ മധ്യവയസ്സ് വരെ മരണം വരെ നീണ്ടുനിന്ന അതിസുന്ദരമായ മാതൃകായോഗ്യമായ കൂട്ടുകെട്ടാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ കൂട്ടുകാരനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന് ഇസ്റാ മിഅ്റാജ് ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള ആളുകളെല്ലാം കൂവിക്കളിയാക്കിയപ്പോൾ തൊട്ടകലെ മാറി നിൽക്കുന്ന അബൂബക്കറിൻ്റെ അടുക്കലേക്കാണ് ഒരു മുശ്രിക്ക് പോയി പറഞ്ഞത്, നിന്റെ കൂട്ടുകാരൻ എന്തൊക്കെ വിഡ്ഢിത്തമാണ് പറയണത്, ഒരു രാത്രി കൊണ്ട് അവിടെ ബൈത്തുൽ മുഖദ്ദസ് പോയി ഒന്ന്, ഒരു രാത്രി കൊണ്ട് ആകാശയാത്ര നടത്തിയെന്ന്. ഇനിയും ഈ മുഹമ്മദിനെ ഒഴിവാക്കാൻ നിനക്ക് സമയമായില്ലേ അബൂബക്കറെ എന്ന ചോദ്യത്തിന് ഒറ്റ ചോദ്യമേ അബൂബക്കർ ചോദിച്ചുള്ളൂ, പറഞ്ഞത് മുഹമ്മദ് നബിയാണോ? പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മുഹമ്മദ് നബിയാണോ? അതെ, എങ്കിൽ ഞാൻ വിശ്വസിച്ചു എന്നാണ്. ആളുകൾ മുഴുവൻ കൂവി കളിയാക്കണ സമയത്ത് അബൂബക്കറിൻ്റെ വരവ് കണ്ട് പ്രതീക്ഷിച്ച് നിൽക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ രംഗം ചരിത്രത്തിൽ നമുക്ക് കാണാം. അബൂബക്കർ അടുത്തെത്തവേ നബി ചാടി എഴുന്നേറ്റ് അബൂബക്കറിൻ്റെ അടുക്കൽ പോവാണ്. നബിനെ കണ്ട ഉടനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലേ, അങ്ങ് പറഞ്ഞതിലെല്ലാം ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു, അള്ളാഹുവാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. നബി കണ്ട് കെട്ടിപ്പിടിച്ചു എന്നാണ് അബൂബക്കറിനെ. ആ കണ്ണ് നിറഞ്ഞു എന്നാണ് സന്തോഷം കൊണ്ട്. ഇതാണ് കൂട്ടുകാരൻ. ആ കൂട്ടുകാരനെയാണ് ചരിത്രം പിന്നീട് സിദ്ദീഖ് എന്ന് വിളിച്ചത്. സിദ്ദീഖ്, സത്യപ്പെടുത്തുന്നവൻ. അതെ, സത്യപ്പെടുത്തുന്നവരാണ് ആ കൂട്ടുകാരൻ. ആ കൂട്ടുകാരൻ്റെ കൈ പിടിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കൂട്ടുകാരൻ പറഞ്ഞത്, സ്വർഗത്തിൽ ഒരാളെ കൂടെ കൂട്ടാൻ അള്ളാഹു എനിക്ക് അവസരം തന്ന എൻ്റെ ഈ ബെസ്റ്റ് ഫ്രണ്ടിനെ ഞാൻ കൂട്ടും സ്വർഗത്തിലേക്ക് എന്നാണ്. അങ്ങനെ പറയാൻ എങ്ങനെ കഴിഞ്ഞു എന്നതാണ്. നമ്മുടെ കുട്ടികൾ പലപ്പോഴും ലഹരിയിലേക്കും ഈ ലിബറൽ ചിന്തയിലേക്കും ഈ LGBTQ എന്ന പിഴച്ച ചിന്തയിലേക്കും ഇന്നത്തെ പല ആഭാസങ്ങളിലേക്കും പോയി പോകുന്നതിൽ പ്രധാന കാരണം അവരുടെ കൂട്ടുകെട്ടാണ്, അവരുടെ സുഹൃത്ത് ബന്ധങ്ങളാണ്, അവരുടെ ഫ്രണ്ട്ഷിപ്പാണ്. കൂട്ടുകാരുടെ ഇഷ്ടത്തിനും തൃപ്തിക്കും അവർക്കിടയിൽ ഒന്ന് ചേർന്ന് നിൽക്കാനും അവർക്കിടയിൽ ഒന്ന് പരിഗണിക്കപ്പെടാനും അവർക്കിടയിൽ ഒന്ന് ധീര വീര പരിവേഷം കെട്ടാനൊക്കെ ചെയ്തു തുടങ്ങുന്ന ഒന്നാണ് പലപ്പോഴും വലിയ അപകടങ്ങളിലേക്ക് കൊണ്ടെത്തുന്നത്. ആ കുട്ടികൾക്ക് മുന്നിൽ വളരെ കൃത്യമായി, വളരെ മനഃശാസ്ത്രപരമായി ഇന്നത്തെ ഫ്രണ്ട്ഷിപ്പിൻ്റെ സുന്ദരമായ സാങ്കേതിക ആശയങ്ങളും തത്വങ്ങളെല്ലാം പഠിപ്പിക്കപ്പെടുന്നതിനിടയിൽ ഈ സിദ്ദീഖുൽ അക്ബറിൻ്റെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും ഈ സൗഹൃദബന്ധത്തെ, ഈ ഫ്രണ്ട്ഷിപ്പിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അത് നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക് ഒന്നൊന്ന് സ്പർശിക്കപ്പെട്ടാൽ മതി, അവർ ഏറ്റവും നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കും. പിന്നെ സകല തോന്നിവാസങ്ങളിൽ നിന്നും ആഭാസങ്ങളിൽ നിന്നും മാറി നിന്ന് ലോകത്തിന് മാതൃകയാകുന്ന നല്ല കൂട്ടുകാരനും കൂട്ടുകെട്ടുമായി നമ്മുടെ മക്കളും നമ്മുടെ മക്കളുടെ കൂട്ടുകാരും ജ്വലിച്ചു നിൽക്കുന്ന രംഗങ്ങൾ നമുക്ക് കണ്ണാൽ കാണാം. അത് വല്ലാത്ത കുളിർമ നൽകുന്ന കാഴ്ചകളായിരിക്കും. കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകൾ, മനസ്സിന് സമാധാനം കിട്ടുന്ന കാഴ്ചകൾ. ഞാൻ നിർത്തുകയാണ് സഹോദരങ്ങളെ. ഇത്രയേ ഉള്ളൂ. പുതിയ ലോകമാണ്, പുതിയ കാലമാണ്, പുതിയ ചിന്തകളാണ്. പുതിയ ചിന്തകളും പുതിയ മാറ്റങ്ങളും ഇന്നത്തെ പുതിയ തലമുറയെ വല്ലാതെ സ്വാധീനിക്കുന്ന ഈ കാലത്ത് അവർ നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ,
അവർ തെറ്റായ വഴിയിലേക്ക് പോയി പോകാതിരിക്കാൻ, അവരെന്നും സ്വർഗത്തിൻ്റെ മക്കളാവാൻ, അവരെന്നും അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരാകാൻ, അവരെന്നും മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഴി കാണിച്ച മാതൃകാ ഉമ്മത്തിലെ അംഗങ്ങളായി ജ്വലിച്ചു നിൽക്കാൻ, അവരെന്നും നമ്മുടെ പൊന്നുമകനായി, മോളായി, പേരക്കുട്ടിയായി ഉയർന്നു നിൽക്കാൻ നമുക്ക് വഴി കാണിച്ചേ മതിയാവൂ. അതുകൊണ്ട് ഇത്തരം കുടുംബസംഗമങ്ങൾ അത്തരം ചേർത്തുപിടിക്കലിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരുമിച്ചിരിക്കലിൻ്റെയും നന്മയുടെയും ഇടങ്ങളായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുറാഹിമിനായ നാഥ, ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന മുത്തക്കികളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണമേ. റഹ്മാനായ നാഥ, പുതിയ കാലമാണ്, പുതിയ ലോകമാണ്. ഒരുപാട് പിഴച്ചാശയങ്ങൾക്കിടയിലാണ് ഞങ്ങളുള്ളത്, ഞങ്ങളുടെ മക്കളും പേരമക്കളും ഉള്ളത്, ഞങ്ങളുടെ മുസ്ലിം ഉമ്മയിലെ യുവാക്കളുള്ളത്. റഹ്മാനായ നാഥ, ഈമാനികമായ കരുത്തും ബലവും നൽകി ഇവരെ നീ എന്നും സ്വാലിഹീങ്ങളാക്കി നിലനിർത്തണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ പൊന്നുമക്കളെ നീ ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുമാറാകണമേ. അവരിൽ പോരായ്മകളും വീഴ്ചകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ അവർക്ക് പുറത്തു കൊടുക്കണേ റഹ്മാനെ. നിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നീ അവർക്ക് റോൾ മോഡലാക്കണേ റഹ്മാനെ. അതിൽ അഭിമാനം കൊള്ളുന്ന മക്കളാക്കി നീ ഞങ്ങളുടെ മക്കളെ ഉയർത്തി നിർത്തണേ റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള എന്ന ആശയത്തിലും ആദർശത്തിലും അവസാന ശ്വാസം നിലക്കും വരെ ഉറച്ചു നിൽക്കാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണേ. ഞങ്ങളുടെ മക്കൾ തലമുറയിൽ ലോകാവസാനം വരെയുള്ള ഞങ്ങളുടെ അനന്തരാവകാശികളുടെ, ഞങ്ങളുടെ പിൻതലമുറയെ നീ മഹത്തായ തൗഹീദിൽ ഉറപ്പിച്ചു നിർത്തണേ റഹ്മാനെ. മുഹമ്മദ് റസൂലുള്ളയിൽ ഉറപ്പിച്ചു നിർത്തണേ റഹ്മാനെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.